ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഉദ്ഗ്രഥനം ഇൻ്റഗ്രേഷൻ അഥവാ ഇൻ്റഗ്രേഷൻ്റെ ഫസ്റ്റ് ഡേയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കിയാലോ കൂട്ടുകാർ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കൂട്ടുകാർക്ക് എളുപ്പമായിരുന്നില്ലേ? ഓക്കെ, നമുക്ക് പ്രവർത്തനം ഒന്ന് നോക്കാം. പട്ടം പട്ടം വരയ്ക്കാം, നിറം നൽകാം, എഴുതാം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്തു? പട്ടം വരച്ചില്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? നിറം കൊടുത്തില്ലേ? ഭംഗിയായി നിറം കൊടുത്തില്ലേ? എന്നിട്ട് താഴെ എന്താ എഴുതിയത്? ഞാൻ ആര് എന്നുള്ളടുത്ത് പട്ടം എന്ന് എഴുതിയില്ലേ? ഓക്കെ, ഇവിടെ എന്താ എഴുതേണ്ടത്? പട്ടം. ഞാൻ ആര് എന്നുള്ള ബോക്സിൽ എന്ത് എഴുതുക? പട്ടം എന്ന് എഴുതുക. ദെൻ പ്രവർത്തനം 2, ചെടിയും പട്ടവും പറയാം, എഴുതാം. നീ ആരാ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ? അപ്പം പട്ടം എന്തായിരിക്കും കൂട്ടുകാരെ പറയുക? എന്താവും പറയുക? ഞാൻ പട്ടം എന്ന് പറയുമല്ലേ? ദെൻ ചെടി ചോദിക്കുന്നുണ്ടല്ലേ? ചെടി എന്താ ചോദിക്കുന്നത്? പട്ടം ചോദിക്കുകയാണ്, ആരാ നീ എന്ന് ചോദിക്കല്ലേ? ആരാ നീ എന്ന് ചോദിച്ചാൽ ചെടി എന്ത് പറയും? ഞാൻ ചെടി എന്ന് പറയല്ലേ? ഞാൻ ചെടി. അപ്പം നമ്മൾ അതിനൊരു മാതൃകാ ചോദ്യ പേപ്പർ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് എക്സാമിന് വന്നിട്ടുള്ളതല്ലേ? അപ്പോൾ ആ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ എക്സാം എളുപ്പമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ, പ്രവർത്തനം 3, പട്ടം കണ്ടത്. പടം നോക്കൂ, എഴുതൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ കൂട്ടുകാരെ, ചിത്രത്തിൽ നമ്മുടെ പട്ടം എന്തൊക്കെയാ കണ്ടിട്ടുള്ളത്? മരം കണ്ടു, പുഴ കണ്ടു, പിന്നെയോ ചെടികൾ കണ്ടു, പിന്നെ എന്തൊക്കെ കണ്ടു? വണ്ടികളുണ്ട്, അതുപോലെ തന്നെ എന്താണ്? മലകൾ കണ്ടു, പക്ഷികളെ കണ്ടു, പറവകൾ കണ്ടു, പൂമരം കണ്ടു. അപ്പൊ കൂട്ടുകാർ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? എഴുതിയിട്ടുണ്ടാവും അല്ലേ എല്ലാരും? ഓക്കെ, അപ്പൊ എന്തൊക്കെ എഴുതാം നിങ്ങൾക്ക്? മരം കണ്ടു, കാട് കണ്ടു, വണ്ടി കണ്ടു, കിളി കണ്ടു, മരം കണ്ടു, ഇവയൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 4, തിന്നാം തിന്നാം വരച്ചു ചേർക്കൂ എന്നാണല്ലേ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, കുറേ പക്ഷികളുടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്, അവയുടെ ഭക്ഷണവും നൽകിയിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കൂ, കോഴി എന്തായിരിക്കും ഭക്ഷണം കഴിക്കുക കൂട്ടുകാരെ? കോഴി നൽകിയിട്ടുണ്ട്. കോഴി എന്തായിരിക്കും? മരം കൊത്തി നമുക്കറിയാം എന്താണ്? യെസ്, ഇവിടെ പൊന്മാനാണ് കൊടുത്തിട്ടുള്ളത്. സോറി, പൊന്മാൻ എന്താ കഴിക്കുക? മീനല്ലേ? അപ്പൊ പൊന്മാൻ എന്താണ്? മീന്. ദെൻ കോഴിയോ? പുഴു. ദെൻ തത്ത എന്തായിരിക്കും? പഴമല്ലേ? ഇങ്ങനെ ഏതാ? ഈ പക്ഷി ഏതായിരിക്കും? യെസ്, പൂവിലെ തേൻ കുടിക്കാനാവും അല്ലേ? അപ്പൊ ഇങ്ങനെ നിങ്ങളും വരച്ച് യോജിപ്പിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടെത്തൂ, വട്ടം വരയ്ക്കൂ. നീണ്ട കഴുത്ത്, നീണ്ട കാല്, മീൻ തിന്നും, വെളുത്ത നിറം. ആരാ കൂട്ടുകാരെ? കൊക്കാണല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കൊക്കിന് ഇതുപോലെ വട്ടം വരച്ച് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 5, പൂവിലെത്തുന്നവർ വരച്ച് ചേർക്കൂ. ഇതുപോലൊരു പ്രവർത്തനം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, അത് കണ്ട കൂട്ടുകാർക്ക് എന്തായാലും എക്സാം എളുപ്പമായിട്ടുണ്ടാവും. അപ്പം ഇനി എന്ത് ചെയ്യുക കൂട്ടുകാരെ? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇടുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പൂവിൻ്റെ ചിത്രമാണല്ലോ ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയായിരിക്കും ഇതിലേക്ക് വന്നിട്ടുണ്ടാവുക? തേനീച്ച, പിന്നെയോ പൂമ്പാറ്റ, തേൻകുരുവി, വണ്ടല്ലേ? ഇവയൊക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങളും വരച്ചു ചേർത്തിട്ടില്ലേ? ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ലേ നമുക്ക് എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് എക്സാം ഒക്കെ ഈസി ആയിരുന്നില്ലേ? ഓക്കെ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.